ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് 30 വിമാനങ്ങൾ റദ്ദാക്കി. 150 വിമാനങ്ങൾ വൈകിയിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഇതിന് വലിയ പ്രതിസന്ധിയുണ്ട്. പല മേഖലകളിലും ഈ ദൃശ്യപരിധി കുറഞ്ഞത് ഒക്കെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ ഗതാഗത സംവിധാനത്തെ കാര്യമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. പുതിയ അപ്ഡേറ്റ് എന്താണ് നിതിൻ അംബുജൻ? റിജിത്ത്, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ തന്നെ കാണാം, അതിശക്തമായ മൂടൽമഞ്ഞ് പലയിടങ്ങളിലും ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെ പലയിടത്തും ഈ ദൃശ്യപരിധി 50 മീറ്ററിൽ താഴെയാണ്. ഡൽഹി വിമാനത്താവളത്തിലാണെങ്കിൽ ദൃശ്യപരിധി 0 മീറ്ററിലായി തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതാണ്ട് 150 വിമാനങ്ങൾ വൈകിയെന്നാണ് ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തും പുറത്തുവന്ന വിവരം. അതോടൊപ്പം തന്നെ 30 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. കൊൽക്കത്തയിൽ 25 വിമാനങ്ങൾ സമാനമായി തന്നെ വൈകുന്നു. മറ്റ് പല വിമാനത്താവളങ്ങളും ഇത്തരത്തിൽ വ്യോമഗതാഗതത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 60 ട്രെയിനുകൾ വൈകിയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും അതിശക്തമായ മൂടൽമഞ്ഞ് എന്തായാലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത മൂടൽമഞ്ഞ് വ്യോമ ട്രെയിൻ ഗതാഗതത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിശക്തമായ ശൈത്യം ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ രേഖപ്പെടുത്തിയ താപനില. നിലവിലിപ്പോൾ ഡൽഹിയിൽ വിമാനത്താവളത്തിലടക്കം ഇപ്പോൾ ഈ വിമാനങ്ങൾ വൈകിയോടുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വിമാന സർവീസുകളെല്ലാം തന്നെ നൽകിയ നിർദ്ദേശം നിരന്തരം വിമാന കമ്പനികളുമായി അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ വിമാനത്താവളത്തേക്ക് എത്തേണ്ടതുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. റിജിത്ത്, ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.